വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് എൻ്റെ യാത്ര. വയനാട് ജില്ലയിലെ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ദർശനവും കഴിഞ്ഞ് എല്ലാവരും മാണിക്കുന്ന് മലയിലെത്തും. മാണിക്കുന്ന് മല അഥവാ മാനുമല എന്നും അറിയപ്പെടുന്നു. മാണിക്കുന്ന് മലയിലെ മഹാവിഷ്ണു ദർശനത്തിനായാണ് ഇന്ന് ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വെളുപ്പിന് 5:30 ഞങ്ങളെ യാത്ര ആരംഭിച്ചു. കാടും മേടും താണ്ടി വേണം മലമുകളിലെത്താൻ. ദുർഘടമായ വഴികളിലൂടെയും പാറക്കെട്ടുകൾക്കിടയിലൂടെയും വേണം മലമുകളിലെത്തുവാൻ. പ്രായഭേദമന്യേ എല്ലാവരും മലമുകളിലേക്ക് കയറുന്നു. മഹാമഹർഷിയായ മനു മഹർഷി തപസ്സിരുന്നു എന്നും അറിയപ്പെടുന്നു. പ്രകൃതി ഭംഗിയും ആസ്വദിച്ചു മലയുടെ കാഠിന്യവും താണ്ടി എല്ലാവരും മല കയറുന്നു. നാമജപത്തോടു കൂടിയാണ് മല കയറുന്നത്. ദുർഘടമായ വഴികൾ ആർക്കും ഒരു പ്രയാസമേറിയില്ല. എല്ലാവരും മഹാവിഷ്ണുവിനെ ദർശിക്കണമെന്ന ആഗ്രഹവും സഫലീകരണത്തിനു വേണ്ടി യാത്ര ആരംഭിച്ചു. വഴികൾ വെട്ടിത്തെളിച്ചു വേണം മലമുകളിലെത്തുവാൻ. ദുർഘടമായ വഴികളാണെങ്കിലും മഹാവിഷ്ണുവിനെ കാണുവാനും ആ ദർശിക്കുവാനും ഉള്ള ആഗ്രഹം നമ്മെ കാടും മേടുവിൻ്റെ കാഠിന്യം കുറച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളുമായും ഭക്തർ അവിടെ എത്തിയതായി നമുക്ക് കാണാൻ സാധിച്ചു. അതിമനോഹരമായ പ്രകൃതിയെ നമുക്ക് തൊട്ടറിയാൻ സാധിച്ചു. ഞങ്ങൾ മഹാവിഷ്ണുവിനെ ദർശിക്കുകയും ചെയ്തു. പ്രകൃതിയാൽ ചുറ്റപ്പെട്ട സ്ഥലം. വയനാടിൻ്റെ മൊത്തം ഭംഗിയും ഇവിടെ നിന്നാൽ നമുക്ക് ആസ്വദിക്കാം. ഭക്തജനങ്ങളുടെ തിരക്ക്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മഹാവിഷ്ണുവിനെ ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. വെയിലിൻ്റെ കാഠിന്യമോ ദൂരത്തിൻ്റെ കാഠിന്യമോ ആർക്കും മുന്നിൽ ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. മഹാവിഷ്ണുവിനെ വർഷത്തിലൊരിക്കൽ മാത്രമേ ദർശിക്കാനാവുകയുള്ളൂ. അതിൻ്റെ പുണ്യവും പേറി ദർശനത്തിന് വലിയ ഭാഗ്യം ലഭിച്ചതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു. ഇനിയും വരും വർഷങ്ങളിൽ നമുക്ക് വരാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ദർശനവും കഴിഞ്ഞു താഴേക്ക് ഇറങ്ങുക എന്നത്